ഭരതനാട്യം വന്നേ പിന്നെ ഉണ്ടോ ഒരു ഇത് റെക്കഗ്നൈസേഷൻ കിട്ടിയ പോലെ ഇങ്ങനെ വീട്ടുകാര് സ്പീച്ച്ലെസ് ആയി പോയി ഓ രാജേട്ടൻ ഭയങ്കര മറ്റേ പവറാണ് ലൗഡും സമ്മതിക്കണം. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ വന്ന് വർക്ക് ചെയ്യണത്. അത് സത്യം പറഞ്ഞാൽ തലശ്ശേരി സ്ലാങ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആണല്ലോ. നമ്മ ഇങ്ങനെ സംസാരിക്കും ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ ഇടക്ക് കൊച്ചി സ്ലാങ് പോലെയല്ലേ. പ്രതീക്ഷ ഇത് എന്തായാലും മൊത്തത്തിലൊരു വേറൊരു പരിപാടിയാണ്. മറ്റേ ഫീൽ ഗുഡ് ആയിരുന്നല്ലേ. പിന്നെ മേനേപ്പിയാർക്കേലാണ് ഇങ്ങനെ ഒറ്റക്ക് ഇരട്ടല്ലാണ്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു ഇവനുണ്ടായിരുന്നു കൂടെ. മാനേജർ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വില്ലൻ വേഷങ്ങളോട് ഒരു ചെറിയ ഇഷ്ടക്കൂടുതലുണ്ട്. ഇമ്മോർട്ടൽസിലെ വില്ലൻ, പിന്നെ ഓൾഡ് ബോയിലെ ചോമിൻസ്, അത് റൺലോല റൺ എന്നും പറഞ്ഞ് അത് നൈസ് എഡിറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പടങ്ങള് ഭരതനാട്യം സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ച 2 ട്വിൻസിനെ ഓർമ്മയില്ലേ? ഇപ്പൊ മോഹിനിയാട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ജിവിൻ ആൻഡ് ജിനിൽ, വെൽക്കം. ഓക്കെ, അപ്പൊ ഭരതനാട്യം കഴിഞ്ഞു, മോഹിനിയാട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അജയ് ഘോഷ് അരുൺ കറക്റ്റ്. അപ്പം നിങ്ങൾ എന്തൊക്കെ മാറ്റമായിരിക്കും നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് ഉണ്ടാവാൻ പോകുന്നത്? ക്യാരക്ടേഴ്സിന് വലിയ മാറ്റമില്ല, അങ്ങനെ കണ്ടിന്യൂറ്റിയുള്ള പോണത്. ഇത് അതിനേലും ബോണ്ട് കൂടുതൽ പരിപാടികളുണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ ഒരുമിച്ചുള്ള കുറച്ച് പരിപാടി അതിനേലും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കുറെ ഉണ്ട്. ആടെയുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഭരതനാട്യം ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷത്തിൽ കൂടുതലായല്ലോ. ഇത്രയും ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം മോഹിനിയാട്ടം വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ട ഒരു പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ ഇത് എന്തായാലും മൊത്തത്തിലൊരു വേറൊരു പരിപാടിയാണ്. മറ്റേ ഫീൽ ഗുഡ് ആയിരുന്നല്ലേ. ഇതില് എന്റെ മിക്സഡ് സംഭവമാണ്. ഡാർക്ക് ഹ്യൂമറും പിന്നെ മുട്ടൻ കാസ്റ്റിംഗ് ഒക്കെ ആണുള്ളത്. കാരണം വമ്പം പരിപാടിയാണെന്നാണ് എല്ലാവർക്കും കോൺഫിഡന്റ് ഉണ്ട്. അതെല്ലാവർക്കും നല്ല കോൺഫിഡന്റ് ആണ് സംഭവം. എല്ലാരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ രീതിയില്. പിന്നെ നമ്മ സെറ്റില് നമുക്ക് അറിയാൻ പറ്റല്ലോ കുറച്ചൊക്കെ എന്താ എടുക്കണൊക്കെ. പക്ഷെ ആ ഫ്ലോയില് കണ്ടിട്ടില്ല. അത് കാണുമ്പോഴേ കറക്റ്റ് കാണുള്ളൂ. അതെ അതെ. ഇപ്പൊ നിങ്ങൾ ഈ ചെറുപ്പം മുതലേ ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് വളർന്ന് രണ്ടുപേരും ഐഡന്റിക്കൽ ട്വിൻസ് ആണല്ലോ. നിങ്ങൾ ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പലർക്കും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങളെ കാണുമ്പോൾ. അങ്ങനെല്ലാം വന്നിട്ട് ഒരു സിനിമയിൽ ഒരുമിച്ചല്ല നിങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കുന്നത്, എന്നാലും ആദ്യത്തെ ഒരു ഹിറ്റ് എന്നുള്ള രീതിയിൽ ഭരതനാട്യത്തിൽ വന്നു. അതിൽ നിന്ന് നിങ്ങൾ ആൾക്കാർ തിരിച്ചറിയാനായിട്ടൊക്കെ തുടങ്ങി, കുറേ ആൾക്കാരിലേക്ക് എത്തി. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പം അറിയാവുന്ന പലരുടെ അടുത്തു നിന്നും വന്നിരുന്ന ഒരു സംസാരമാണെങ്കിലും അവരുടെ ഒരു അപ്രിസിയേഷൻ ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ സിനിമ ആ ഒരു ഹിറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഈ റെസ്പോൺസ് ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു? എല്ലാരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഫ്രണ്ട്സ് അറിയാലോ, പിന്നെ ആട്ടോല്ലേ, ഉറപ്പാണ്. അപ്പൊ ഈ സിനിമയിൽ ആദ്യമായിട്ട് ട്വിൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, അതിലേക്ക് എത്തിയപ്പം എന്തായിരുന്നു തോന്നിയത്? ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പരിപാടിയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. കഥ കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. അങ്ങനെ എന്റെ ഡയറക്ടറും എല്ലാരും ചില്ലായിരുന്നു അപ്പളെ ഓഡീഷന്റെ സമയത്ത്. വേറൊരു വൈബാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സീൻ എടുത്തപ്പോഴും ഇങ്ങനെ ഇന്ന ആർട്ടിസ്റ്റ് ഒക്കെ ആയിരിക്കും കൂടെ ഉണ്ടാവണേന്നുള്ള. അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാരും സപ്പോർട്ടീവ് ആയത് കാരണം ഈ ഭരതനാട്യം ടീമിലെ എല്ലാരെയൊട്ടും ആദ്യം തന്നെ കമ്പനിയായി. ഇതിലേക്ക് വന്നപ്പോ കുറച്ച് പേര് അഡീഷണൽ വരുന്നുണ്ടല്ലോ. ഇപ്പൊ സുരാജ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, വിനയ് ഫുഡ്, ബേബി ജീൻ, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. അവരപ്പം ഇതിൽ വന്നിട്ടാണല്ലോ നിങ്ങളെ പേഴ്സണലി അറിയുന്നത്. അവർക്കൊപ്പം ആദ്യം നിങ്ങളെ മാറിപ്പോയിരുന്നോ? ആദ്യം കാണുമ്പോ ദിവസം കൊണ്ട് അങ്ങനെ ചിലവർക്കൊക്കെ കിട്ടോട്ടോ, ചിലവര് കണ്ടുപിടിക്കോട്ടെ. ഭയങ്കര സൂക്ഷ്മ നിരീക്ഷണമുള്ളവർക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതെന്താ? അല്ല, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ. അത് മനസ്സിലാക്കി. ചെറുപ്പത്തിലും ഇങ്ങനെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ലുക്ക് ആണേലും ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണല്ലോ കൊണ്ടുവന്നത്. രണ്ടുപേരുടെയും മുടി ഒക്കെ നോക്കിയാലും ചിലക്ക് ഏകദേശം ഒരുപോലെ, മീശയും താടിയും എല്ലാം ഏകദേശം ഒരുപോലെ. ചില ദിവസങ്ങളിൽ ഡ്രസ്സിങ് ആണെങ്കിലും സിമിലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ചെറുപ്പം തൊട്ടേ നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണോ? ഒരേ രീതിയിൽ തന്നെ വീട്ടുകാരൊക്കെ മറ്റേ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എല്ലാരും കൺഫ്യൂഷൻ ആക്കണമായിരുന്നു. പിന്നെ അത് അത്ര വർക്കായില്ല. നിങ്ങൾക്ക് വർക്കായില്ല. ഞാൻ അങ്ങനായിട്ട് മാറ്റിയെടുത്താണ്. പിന്നെ ഇഷ്ടങ്ങള് വേറെ ആണല്ലോ. ഇവന്റെ ഇഷ്ടമായിരിക്കില്ലായിരിക്കും. ഇവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ രണ്ട് ടേസ്റ്റ് ആയത് കാരണം പിന്നെ അങ്ങനെ
അപ്പൊ എങ്ങനെ നിങ്ങളുടെ ഒരു കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഇപ്പം രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതാണ്, ഇഷ്ടങ്ങളുണ്ട് ഇഷ്ടക്കേടുകളുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഇപ്പം സിബ്ലിങ്സിന് ഇപ്പം എനിക്കൊരു ചേച്ചിയുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഇഷ്ടങ്ങളും മറ്റേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ പക്ഷെ എപ്പോൾ നോക്കിയാലും ഞാൻ കാണുമ്പോഴെല്ലാം എപ്പോഴും ഒരുമിച്ചാണ്, ഇപ്പൊ അഭിനയിക്കുന്ന സിനിമകളാണെങ്കിലും ഒരുമിച്ചാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടങ്ങളും ഈ ഇഷ്ടക്കേടുകളും എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ പോകുന്നത്? ഇത് സംഭവിച്ച് ഈ പടത്തിലൊരു വരട്ടകളായിട്ടാണല്ലോ വിളിക്കുന്നത്. പിന്നെ ഒരുമിച്ച് അടക്കണേ കാണുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ അത് വർക്ക് ബേസിലേ. ഇപ്പൊ ഈ സിനിമ ഫീൽഡിലാകുമ്പോ രണ്ടുപേരും ഒരുമിച്ച് ഇവൻ ടാസ്ക് ഉള്ളപ്പോ ഞാൻ മാനേജറായിട്ട് ടാസ്ക് ഉള്ളപ്പോ ഇവൻ അങ്ങനെ മാറ്റി പിടിക്കും. സപ്പോർട്ടീവ് ആണ് എന്നെ. പിന്നെ രണ്ട് വർക്കിലാകുമ്പോഴാണ് ഇങ്ങനെ രണ്ട് തിരിവിലോട്ട് പോകുന്നത്. ഇവൻ എഡിറ്റിംഗ് ഫീൽഡാണല്ലോ, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലാകുമ്പോ അങ്ങനെ അപ്പൊ ഒറ്റക്ക് പോകേണ്ടി വരുമല്ലോ, അങ്ങനെ ഒരുമിച്ചായിരിക്കും. ഈ രണ്ടുപേരും ഇന്റൻഷനലി രണ്ട് ഫീൽഡ് തന്നെ ചൂസ് ചെയ്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതായിട്ട് തന്നെ അങ്ങനെ ചൂസ് ചെയ്തതാണ്. അപ്പൊ എഡിറ്റിംഗ് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? നമുക്കപ്പോ ജിബിന്റെ അടുത്ത് മാത്രം കുറച്ചേരം സംസാരിക്കാം, ഒരാളുടെ അടുത്ത് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ ജിബിന് എഡിറ്റിംഗ് ഭയങ്കര താല്പര്യമുണ്ട്, നമ്മള് അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ എഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അപ്പൊ എഡിറ്റിംഗ് ഒരു ഇഷ്ടം തോന്നി എഡിറ്റിംഗിലോട്ട് ഇറങ്ങിയതും അത് പഠിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഒരു വെഡിങ്ങിന്റെ വലിയൊരു ചേട്ടന്റെ ഒപ്പം ഇരുന്ന് അപ്പോഴാണ് എഡിറ്റിംഗ് എന്ത് പരിപാടിയാണെന്നൊക്കെ അറിയണത്. പിന്നെ പടങ്ങള് കുറെ കാണുക ഇഷ്ടമായിരുന്നു. പിന്നെയാണ് സീരിയലിന്റെ എഡിറ്റിങ്ങിലോട്ട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വന്ന് അങ്ങനെ അപ്പൊ കുറച്ച് ഐഡിയ ഒക്കെ കിട്ടി. അങ്ങനെ പിന്നെ സീരിയലിൽ നിർത്തി വേറെ പ്രൊഡക്ഷനിൽ കയറി. പിന്നെ അവിടെ നിൽക്കണ സമയത്താണ് ഈ ഭരതനാട്യത്തിന്റെ വിളി വന്ന്, പിന്നെ അവിടെ നിന്ന് ചാരണ്ടി വന്നറിയാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ എഡിറ്റിങ്ങിന് സെറ്റായിട്ടില്ല. എന്നാലും ഇപ്പോഴും ആഗ്രഹമുണ്ട് ഒരു പടമെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുള്ള. അതിന്റെ പ്രാക്ടീസ് കുറവാണ്. പിന്നെ ടച്ച് വിട്ടിരിക്കണേണ് സത്യത്തിൽ. പിന്നെ കമ്പനിക്കാരൊക്കെ അങ്ങനെ എല്ലാവരും ഇടക്ക് പോകുമ്പോ അവരെയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഇടക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഇനിയൊരു ഗ്യാപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് എഡിറ്റിംഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. അവസരം കിട്ടുമ്പോ അത് പിടിച്ചല്ലേ പറ്റുള്ളൂ. ഇഷ്ടം അതാണ്. ഇപ്പൊ അഭിനയത്തിന്റെ കൂടെ തന്നെ ഒരു സൈഡിൽ എഡിറ്റിംഗിനെയും കൊണ്ടുവരാനായിട്ടാണ്. എഡിറ്റിങ്ങിന് പണ്ട് വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ, അപ്പൊ അതിപ്പോഴും ഒന്ന് പിടിക്കണമെന്നുണ്ട്. ഈ നല്ലൊരു എഡിറ്ററിന് ഒരു നല്ല ഡയറക്ടർ ആവാൻ പറ്റും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉണ്ടോ? അത് എഡിറ്റിൽ നിന്ന് സെറ്റ് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണമെന്നൊക്കെ. അടിപൊളി. ഇവിടെ അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? ഡയറക്ഷനോ അങ്ങനെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഫീൽഡ് കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? ആ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എഴുതിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ, പക്ഷെ എന്തായാലും ചർച്ചകളും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഫീൽഡ് പറഞ്ഞല്ലോ കൺസ്ട്രക്ഷൻ, ഇപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അപ്പൊ അതിലോട്ടുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഇന്റീരിയർ ഡിസൈനിങ് ഞാൻ ശരിക്കും ഒരു ഷോർട്ട് കട്ട് എടുത്താണ്. അപ്പച്ചനൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, സിവിൽ എഞ്ചിനീയറാണ് അപ്പൻ. അപ്പൊ അപ്പനും കൂടി ഒരു സഹായവും മറ്റേ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ച്, പണ്ടത്തെ ആണല്ലോ ഈ വരക്കല് ഡ്രാഫ്റ്റിംഗ് ഒക്കെ. അപ്പൊ ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ പരിപാടി ആ സെറ്റപ്പ് അങ്ങനെ എടുത്തതാണ്. അപ്പൊ ഈ കടവന്ത്ര ഭാഗത്ത് തന്നെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്തത്. അതിന് പിന്നെ പുത്തൻകുരിശ് അങ്ങനെ സൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതൽ. ഡിസൈനിങ്ങിൽ കുറവാണ്. ആ 3D ഇച്ചിരി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് പോകാറുണ്ട്. ഇത് ഓട്ടോകാഡ് കുറച്ച് അങ്ങനത്തെ വരക്കലൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ്. ഡിസൈനിങ്ങിനെ പറ്റി എനിക്ക് അധികം അറിയാത്തത്, എനിക്ക് അത്ര ആധുനികമായിട്ട് ചോദിക്കാൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? ഇപ്പൊ വർക്ക് അപ്പച്ചന് കിട്ടുന്ന വർക്കൊക്കെ ഞാനും സഹായിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങള് 4 മക്കളാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് ബാക്കി രണ്ടുപേരും അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയും കൂടെ എങ്ങനെയാണ്? ഇപ്പൊ ഏറ്റവും മൂത്ത ചേട്ടനാണ്, പിന്നെ ചേച്ചി, പിന്നെ മൂന്നാമത്തെ ഞങ്ങള്. നിങ്ങൾ ആരെ മൂത്തതാരാ? അപ്പൊ അവരുമായിട്ടുള്ള കെമിസ്ട്രി ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് തന്നെയാണ് അവരുമായിട്ടുള്ളത്? അപ്പൊ ഈ സിനിമ അഭിനയം ഇപ്പൊ ഭരതനാട്യത്തിന് മുൻപ് നിങ്ങൾ സിനിമ അഭിനയിച്ചല്ലോ, അത് ഈ അഭിനയത്തോടുള്ള ആഗ്രഹം മനസ്സിൽ വന്ന് അങ്ങനെ ആയിരിക്കുമല്ലോ അതിലേക്ക് എത്തിയത്. അതെന്തായിരുന്നു ഈ അഭിനയത്തിലേക്ക് ഇനിയും കയറാം എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? അതങ്ങനെയല്ല, ശരിക്കും ഈ കോളേജ് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മ ഓരോ ടാസ്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എല്ലാം പിടിക്കുമായിരുന്നു എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയൊന്നുമില്ല, എല്ലാം നമ്മുടെ ടെസ്റ്റ് അടിച്ചാലും അറിയാൻ പറ്റുമല്ലോ നമുക്ക് അതിൽ സാധനം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചതാണ് ഈ അഭിനയമൊക്കെ.
പിന്നെ പടങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയണത് ശരിക്കും നല്ല കാര്യമാണല്ലോ. അതെ ഇത് വേറെ പ്ലാറ്റ്ഫോമാണ് ആർട്ടിന്റെ. ഇവന് വീഡിയോ എഡിറ്റിംഗ് ആയത് കാരണമാണ് മെയിൻ ആയിട്ട് ഇതിലോട്ട് വന്നത്. ഒരാളുടെ ആഗ്രഹത്തിൽ തുടങ്ങിയതായിരുന്നു മെയിനായിട്ട്. ഓക്കെ, ഇപ്പൊ ഈ ഭരതനാട്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇത്രയും ഒരു നാളുണ്ട്. ഇതിന്റെ ഇടയിൽ ജിബിനായിരുന്നു MNAPRK അഭിനയിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു 1.5 വർഷം നിങ്ങളുടെ എങ്ങനെ പോയായിരുന്നു? ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് വരെയുള്ള ഒരു കാലം ഉണ്ടല്ലോ, അത് ഭരതനാട്യം കഴിഞ്ഞിട്ട് മോഹിനിയാട്ടം തുടങ്ങുന്നതിന് മുൻപ് വരെയുള്ള ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, ആ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇച്ചിരി സ്ട്രഗ്ലിംഗ് അത് അതൊരു വിഷയമാണ്, എല്ലാരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ആർട്ടിസ്റ്റ് ആകുമ്പോ ഇങ്ങനെ റോള് ഇപ്പൊ ഒരു പടം കഴിഞ്ഞാ അടുത്ത പടം വന്നോണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റൂല. കോളൊന്നും വന്നില്ലേ? കോളൊക്കെ വന്ന് അല്ല എന്നാലും പക്ഷെ അത് പറയാൻ സ്ക്രിപ്റ്റില് നമ്മുടെ ഒരു ഫിഗർ വന്നാലാണല്ലോ അവര് വിളിക്കുള്ളൂ. അങ്ങനെ അത് എത്രത്തോളം നമ്മ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും. റോള് കഴിഞ്ഞിട്ട് ചിലവര് പറയും ഇങ്ങനെ ചെറിയ പരിപാടി ആണെങ്കിൽ പിടിക്കണ്ടെന്നുള്ള. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാം പിടിക്കാന്നുള്ളൊരു ഇതിലായിരുന്നു. അത് കാരണം പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയ ചത്താപ്പച്ച് അതിലൊക്കെ ചെറിയ ചെറിയ അതിലാണ് ഞങ്ങളെ കൂട്ടുകാരന്മാരും വർക്ക് ചെയ്യാറ്. രണ്ടുപേരും അതില് ഒരു സീൻ പക്ഷെ അത് അതിന്റെ കോറേറ്റർ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പൊ നമ്മുടെ ആൾക്കാരാണ്. അങ്ങനെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു സുധിച്ചേട്ട, ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടുകാരായിട്ടൊക്കെ പോണേ. പിന്നെ MNAPRK ഇങ്ങനെ ഒറ്റക്ക് ഇരട്ടല്ലാണ്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു ഇവനുണ്ടായിരുന്നു കൂടെ. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡയറക്ടറും എല്ലാരും അത് ഫുള്ള് നൈറ്റ് ആയിരുന്നു. പിന്നെ കലൈ മാസ്റ്റർ അതിലൂടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഫൈറ്റ് ഒക്കെ അത് ഫസ്റ്റ് ടൈം അല്ലേ അതില് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. കലൈ മാസ്റ്റർ കലൈ മാസ്റ്റർ ചത്താപ്പച്ചനും മാർക്കോന്റെ ഒക്കെ സ്റ്റണ്ട് മാസ്റ്റർ പുള്ളി നൈസായിരുന്നു. അവരുടെ ആ ഒരു ക്രൂവും നൈസ് ചില്ലാണ്. അവര് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ഭരതനാട്യത്തിന്റെ തന്നെ ഇപ്പൊ ഈ അവസരങ്ങളുടെ പറഞ്ഞുകൊണ്ട് തന്നെ ഭരതനാട്യം തിയേറ്ററിൽ അധികം ഹിറ്റായില്ലെങ്കിൽ OTT ഇറങ്ങിയിട്ട് വന്നൊരു ചർച്ചയായിരുന്നു. ഒരേ സിനിമയുടെ തന്നെ മറ്റേ വിജയും തോൽവിയും ഒരുമിച്ചുണ്ടായ ഒരു സംവിധായകനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും ഹിറ്റ് വന്നപ്പോഴത്തേക്കാണ് നിങ്ങൾക്കും അപ്പോഴാണ് കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ടാവില്ല ഇനി എന്തായാലും കുറച്ച് കോൾസ് വരും അല്ലെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കുറച്ചുകൂടെ ഒന്ന് സിനിമയിൽ ആക്റ്റീവ് ആവാന്നുള്ളത്. അപ്പൊ ആ ഒരു തോന്നല് പെട്ടെന്ന് അത്രയും ഈ പറഞ്ഞ പോലെ സെലക്ഷൻ കിട്ടാതിരുന്നപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അപ്പൊ എങ്ങനെയായിരുന്നു? നമ്മ അപ്പോഴും എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടിരിക്കണായിരുന്നു. ഇപ്പൊ എന്ത് വർക്ക് കിട്ടിയാലും ഈ ആക്ടിങ് മാത്രമല്ലാണ്ട് ഇപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ സ്ട്രഗ്ലിംഗ് കാരണം പെയിന്റ് പണിക്കും എല്ലാത്തിനും അങ്ങനെ പോകുമായിരുന്നു. സിനിമ ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ സോഷ്യൽ ആവണേ നമുക്ക് പ്രശ്നം നേരത്തെ ഇതൊക്കെ തന്നെ. പക്ഷെ പലരുടെയും ഇമാജിനേഷനിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സിനിമയിൽ അഭിനയിച്ചു നല്ലൊരു വേഷം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റാർ എന്നുള്ളൊരു ഇപ്പോഴത്തെ കാലത്ത് അത് കിട്ടുമല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അക്സെപ്റ്റൻസ് എല്ലാം കൊണ്ട് അതിനുശേഷം അങ്ങനെ ഒരു ഇതിന് നിങ്ങൾക്ക് പേഴ്സണലി കുഴപ്പമില്ല, ഇപ്പൊ എനിക്കും കുഴപ്പമില്ല, ചിലർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതായിട്ട് വരുമല്ലോ. അതൊക്കെ ഇപ്പൊ എങ്ങനെ ഫേസ് ചെയ്തു? അത് ഫേസ് ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ. അത് നമ്മള് സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്കറിയാൻ പാടില്ല. അവര് കാണുമ്പോ അവരായിട്ട് കുറെ ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു പരിചയമുള്ള നമുക്ക് പെട്ടെന്ന് കമ്പനി ആവും. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ മറ്റേ മനസ്സിലാവും സ്ട്രഗ്ലിംഗ് ടൈം ആണെന്നുള്ളൊരു പരിപാടി. അപ്പൊ അവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നല്ല, കമ്പനിക്കാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് കൊച്ചി ബേസ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചി ഇപ്പൊ എല്ലാരും കൊച്ചിയിൽ വന്ന് സെറ്റിൽഡ് ആവുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളിപ്പോ ഇവിടെ തന്നെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇവിടെ തന്നെയാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഈ സിനിമ ഇറങ്ങിയിട്ട് നാട്ടുകാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് പറഞ്ഞായിരുന്നു സിനിമയൊക്കെ കണ്ടിട്ട്? നാട്ടുകാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവന്മാർക്ക് ഇത്ര റിവോർഡ് ഉണ്ടെന്ന് അറിയാനുള്ളായിരുന്നു. ഞങ്ങളാണെങ്കിൽ ആരോടും അങ്ങനെ പറഞ്ഞില്ല. ഇത് ആ പടത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാരും ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കണായിരുന്നു. അപ്പൊ പിന്നെ നമ്മളായിട്ട് അങ്ങനെ പറയാൻ പോയില്ല. തിയേറ്ററിന് തന്നെ ദാസേട്ടനവിടെ ദൂരത്തിന്ന് ഒരാൾ മാത്രം വന്ന സെറ്റപ്പായിരുന്നു സിനിമ ഇറങ്ങിയപ്പോഴേ. പിന്നെ അതാണ് തിയേറ്ററിൽ ക്ലിക്കായില്ല. കണ്ടവരൊക്കെ പരസ്പരം പറഞ്ഞ ഇങ്ങനെ സംഭവം. പിന്നെ OTT-ലാണ് ഇച്ചിരി കൂടി OTT ഇറങ്ങിയപ്പോ കൊറേ പേര് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ കമ്പനിക്കാർക്കൊക്കെ അങ്ങനെ നല്ല
അവന്മാരൊട്ടും വിചാരിച്ചില്ലേ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നല്ലൊരു സന്തോഷം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ സിനിമയില് പക്ഷെ എന്തായാലും ഈ ക്യാരക്ടേഴ്സ് റിവീൽ ആയതുകൊണ്ട് സർപ്രൈസ് ആക്കി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പൊ അതുകൊണ്ടാണ് ഇന്റർവ്യൂല് അവരുടെ ഇന്റർവ്യൂലെല്ലാം ഇപ്പൊ ഭരതനാട്യത്തിന് ശേഷം നിങ്ങളുടെ കുറച്ച് ഇന്റർവ്യൂസ് കണ്ടു. പക്ഷെ എന്നാലും ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറെ ഇന്റർവ്യൂല് നിങ്ങൾ തന്നെയാണല്ലോ സൈജു ചേട്ടന്റെ കൂടെ ഇരിക്കുന്നത്, നിങ്ങൾ മാത്രമായിട്ട് ഇവിടെ ആണെങ്കിലും ഇരിക്കുന്നത്, ഇതുപോലെ തന്നെ കുറെ ഇന്റർവ്യൂസിൽ പോകുന്ന വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഒരു കാലം എങ്ങനെയുണ്ട്? വല്ലാത്തൊരു കാര്യമാണ്. പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ എല്ലായിടത്തും എല്ലാ ഇന്റർവ്യൂ കാണുമ്പോഴും ഇപ്പൊ എന്റെ ഒരു പരിചയത്തിന്റെ പുറത്താണേലും നിങ്ങൾ തമ്മിലുള്ള ടെലിപ്പതിയാണ്. ഇപ്പം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്ന ആൻസർ ഇവിടുന്ന് വന്നിരിക്കും, ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ ഇവിടെ വന്നിരിക്കും. അപ്പൊ ഈ ടെലിപ്പതി ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഉള്ളതാണോ? ഒരാൾ ചിന്തിക്കുന്നിടത്ത് മറ്റാൾ പറയും എന്നുള്ള സാധനം ഇത് ശരിക്കും ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോഴാണ് കേക്കണവർക്ക് ഇത് കണക്ഷൻ കിട്ടുള്ളൂ, നമുക്ക് നിങ്ങക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഇപ്പൊ ചില ആക്ഷനൊക്കെ ഒരേപോലെ വരും. വെക്കണത്തിന് അതേപോലെ ടൈമില് അപ്പൊ ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. പക്ഷെ നമ്മ ശ്രദ്ധിക്കില്ല, അങ്ങനെ നമ്മളെ കാര്യങ്ങൾ ചെയ്ത് സാധനം കിട്ടണം. ഓക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഈ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ രണ്ടുപേർക്കും 2 സർക്കിളാണെന്നൊക്കെ പറഞ്ഞു. ആ സർക്കിൾ തന്നെ രണ്ടുപേരും ഇൻവോൾവ് ആണ്, എല്ലാവരുമായിട്ടും കണക്ഷൻ ഒക്കെ അങ്ങനെ ഉണ്ടോ? എല്ലാവരോട്ടും പിന്നെ ഫ്രണ്ട്സ് ആണല്ലോ, നമ്മൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അങ്ങനെ ഓക്കെ. അപ്പൊ ഇനിയും ഈ ഭരതനാട്യത്തിന് മുൻപ് വേറെ സിനിമയിൽ അഭിനയിച്ചത് പറഞ്ഞിരുന്നല്ലോ, ആദ്യത്തെ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പൊ ഫസ്റ്റ് സിനിമ അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, ഇത് ഇറങ്ങാതെ ആ ഒരു വെയിറ്റിംഗ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അപ്പം എങ്ങനെയായിരുന്നു അപ്പം ഉണ്ടായിരുന്ന ഒരു സ്റ്റേജ്, ഫസ്റ്റ് സിനിമ ഇറങ്ങാതിരുന്ന ഒരു മൊമെന്റ്? അത് പ്രതീക്ഷയായിരുന്നു അന്നേരം. ഇതുപോലെ നമുക്കൊക്കെ ചിന്തപ്പാട് വരും, ഇങ്ങനെ എന്താണ് കാണിച്ചിട്ട് വരുമ്പോ അങ്ങനെ ഇരിക്കുമെന്നൊക്കെ. പക്ഷെ ഇതാണെങ്കി ഒന്നും വന്നില്ല. ഞങ്ങളാണെങ്കി ഈ മറ്റേ പറഞ്ഞറിയിച്ചാലാണ് നമുക്കപ്പ പറഞ്ഞില്ല, കാരണം പ്രശ്നം ഉണ്ടായില്ല. പറഞ്ഞാലാണ് പ്രശ്നം. ആൾക്കാരും പ്രതീക്ഷിക്കും നമ്മള് വിചാരിച്ച്. 5 സിനിമ വന്നില്ലേ നമ്മില്ലെങ്കിൽ അവിടെ തുടങ്ങും. പിന്നെ വേറെ അപ്പൊ സിനിമയുടെ ആരും ഇങ്ങനെ പറയാതിരിക്കണത് നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അന്നേരം. അതാണ് പിന്നെ പറഞ്ഞില്ല. ഇപ്പൊ ഈ ഭരതനാട്യത്തിന് മുൻപ് അഭിനയിച്ച സിനിമയാണേലും ഭരതനാട്യത്തിന്റെ അത്രയും ആ ഒരു റേഞ്ച് കയറിയതും ഇല്ലായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നോ ആ സിനിമകൾ കേറാഞ്ഞപ്പോ? ഭരതനാട്യം അല്ലേ? ഭരതനാട്യത്തിന് മുൻപ് ഏത് സിനിമയിൽ അഭിനയിച്ചത്? വിശേഷമായിരുന്നു ഭരതനാട്യത്തിന് മുമ്പ്. അത് പിന്നെ ഓടി നല്ല എക്സ്പീരിയൻസ്. സൂര്യചേട്ടനായിരുന്നല്ലോ എന്റെ ഡയറക്ടർ. സൂര്യചേട്ടനെ മറ്റേ ആ എഡിറ്റിങ്ങിന്റെ വർക്കിന് പോകുമ്പോ കാണുമായിരുന്നു. പിന്നെ അവിടെ തന്നെ ആയിരുന്നു ഓഡിഷൻ. അപ്പൊ അങ്ങനെ അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ട്. അസിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അപ്പൊ എഡിറ്റിംഗില്? ആ എഡിറ്റിംഗില് കുറെ പേരുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് അങ്ങോട്ട് എത്തിയില്ല. അതിന് മുമ്പ് അഭിനയത്തിലേക്ക് കടന്നു. ഇനി അഭിനയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ മാറണം അല്ലേ? അതാണ്. ഇപ്പൊ പലരും ഇപ്പൊ നമ്മള് പല ആൾക്കാരെ നോക്കി, ഇപ്പൊ അഭിരാം ചേട്ടൻ തന്നെ ഇതിലുണ്ടായിരുന്ന ആള് അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിട്ടൊക്കെ തുടങ്ങിയതാണല്ലോ. എല്ലാം അഭിരാമേട്ടന് പിന്നെ അഭിനയിക്കാനുള്ള ഇതുണ്ടായിരുന്നു. ഇതിലിപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പം ജഗദീഷ് ചേട്ടൻ, ഈ വിനയ് ഫോർട്ട്, ഇവരായിട്ടൊക്കെയുള്ള സുരാജ് ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ. ഇവരുടെ കൂടെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റതില് ബാക്കി ഇപ്പൊ സൈജു ചേട്ടൻ്റെ ഒക്കെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇവരായിട്ട് നല്ല ഇവരായിട്ട് മറ്റേ ബേബി ജീനായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ. മാത്രമല്ല ഒരു കൂടുതൽ സമയം ഇങ്ങനെ കമ്പനി അടിക്കാൻ കിട്ടിയത് വിചാരിക്കുന്നു ബേബി ജി. മറ്റവര് അധികം ജഗദീഷന്റെ അല്ല വിനയ് ഫോർട്ടേട്ടനായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പിന്നെ സമയം കിട്ടി. ജഗദീഷനും എന്റെ സുരാജ് ചേട്ടനായിട്ട് അത്ര ഇവരുടെ അത്ര കമ്പനി അടിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും സമയത്ത് അഭിനയത്തിന്റെ ടൈമിൽ എല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്യായിരുന്നു. അവർക്കും അറിയാന്ന് പറഞ്ഞ കുഴപ്പമുണ്ടായില്ല. ജഗദീഷനും എല്ലാരും ചോദ്യത്തിനൊക്കെ മറുപടി എല്ലാരും തരുന്നത്. ഈ എന്തെങ്കിലും സീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ തന്നിട്ടൊക്കെ ഉണ്ട്? ഈ രീതിയിൽ ഇത് നന്നാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള എന്തെങ്കിലും ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ടോ? അങ്ങനെ ഓൾറെഡി ഫാമിലി
അന്നുപോലെ തന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും സപ്പോർട്ടാണ്. ഫാമിലി മൂഡ് തന്നെയാണ് ശരിക്കും. അത് ഫാമിലി റിയൂണിയൻ പോലത്തെ സെറ്റപ്പ് ആയിരുന്നു ഈ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. അപ്പൊ സപ്പോർട്ട് എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ടുണ്ട്. ദിവ്യേച്ചി ശ്രുതി എല്ലാ അമ്മമാരും എല്ലാരും സപ്പോർട്ടായിരുന്നു നല്ല. അതാണ് പിന്നെ ഒരു അതായത് ആ സിനിമ കാരണം വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായി. അങ്ങനെയാണ് ഫാമിലി നമ്മളെ സംബന്ധിച്ച് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോ ഇതെന്തായാലും ഫാമിലി ആണല്ലോ. അപ്പൊ അവരുടെ ഒപ്പം പിന്നെ അവരായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ അവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാ ആർട്ടിസ്റ്റും. പിന്നെ സുരാജേട്ടന്റെ ഇത് എന്ന് വെച്ചാ നേരിട്ട് കണ്ടപ്പോഴാണ് അത് നല്ല സുരാജേട്ടനെ പഴയ ഒരു കോമഡി ഇതിൽ മറ്റേ നമ്മുടെ പണ്ടത്തെ സുരാജേട്ടൻ തിരിച്ചു വന്നായിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. അത് ലൈവ് കണ്ടപ്പോ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജഗദീഷ് ചേട്ടനും എല്ലാരും നൈസായിരുന്നു. ജഗദീഷ് ചേട്ടനായിട്ടും ഒരു കോമ്പിനേഷൻ ഉണ്ടായി ഇങ്ങനെ. ഇവരായിട്ടൊക്കെ പെർഫോം ചെയ്യുമ്പോ നമുക്ക് ആ പണ്ടത്തെ ഇവരുടെ ആ ഭാഗങ്ങളൊക്കെ വരുമ്പോഴേ ആ ഒരു ടൈം നിങ്ങൾക്ക് എന്താ സുരാജേട്ടനൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ നമ്മൾ വർഷങ്ങളായിട്ട് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കാണുന്നു, ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ആ ഒരു മൊമെന്റ് വന്നപ്പോ എങ്ങനെ ആർക്കായിരുന്നു സുരാജേട്ടനെ കോമ്പിനേഷൻ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ മൊമെന്റ് എങ്ങനെ ഫീൽ ചെയ്തായിരുന്നു? ഓ സുരാജേട്ടൻ ഭയങ്കര മറ്റേ പവറാണ്. ലൗഡും സമ്മതിക്കണം. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ വന്ന് വർക്ക് ചെയ്യണത്. ലൈവായിട്ട് കാണാമെന്ന് പോലും വിചാരിച്ചില്ല. അങ്ങനെ കാണാനൊക്കെ പറ്റി. അതെ അതെ, ജഗദീഷ് ചേട്ടന് ഭാഗ്യമാണ് ഇവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. നമ്മൾ ടി വിയിൽ കാണണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ രിസ്താർക്ക സന്തോഷം സന്തോഷം അവരായിട്ടും നല്ല അവരായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. നല്ല സമയം കിട്ടി കുറച്ച്. അവരൊക്കെ നമ്മുടെ ഇവിടെ തന്നെയായിരുന്നു ഫ്ലാറ്റ് റൂമില്ലേ. അടുത്തടുത്ത കാരണം ഞങ്ങ ഒഴിവ് സമയങ്ങളിലൊക്കെ പോയി കമ്പനി അടിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിയുമ്പം ആദ്യം എല്ലാവർക്കും വരുന്നൊരു ഇമേജ് ഉണ്ട്, ചെറിയ കുട്ടികളാണ് എന്നുള്ളൊരു സാധനം വരുമല്ലോ. പക്ഷെ എനിക്കറിയാം ചെറിയ കുട്ടികളല്ല എന്നുള്ളത്. അപ്പൊ ഈ ചെറിയ പിള്ളേരാണെന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമാണോ അതോ പ്രായം തോന്നിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമാണോ? ചിന്തിച്ചിട്ടില്ലല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒന്ന് ചിന്തിച്ചില്ലേ? അപ്പൊ എന്താ തോന്നുന്നു? അത് ചിലരുടെ ഭാഗത്ത് നോക്കിയാൽ ചില അത് നല്ല കാര്യമാണ്. പക്ഷെ ഇടക്കത് ശോകമാണെന്ന് വിചാരിക്കുക. കുഴപ്പമില്ല, ഇങ്ങനെ പ്രായം തോന്നാത്തത് നല്ലൊരു കാര്യമാണല്ലോ. അത് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടാണല്ലോ. ഡീൽ ചെയ്ത് അങ്ങനെ എങ്ങനെയാണ് നമ്മളെ അപ്രോച്ച് ചെയ്യണം അതുപോലെ നമ്മുടെ ഡീല്. ഇപ്പൊ ഈ അതുപോലെ തന്നെ പലരും കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇപ്പൊ സിനിമയില് ഭാഗമായിട്ടുള്ളവരും അല്ലാത്തവരെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് കുറച്ചു നാള് വേറൊരു ടീമിന്റെ കൂടെ കുറച്ച് കണ്ടന്റ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതും കാണാനില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ലിസ്റ്റിൽ ഇല്ലാത്തതാണോ, സിനിമ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലാണോ? അത് മറ്റേ കൂട്ടുകാരനുണ്ടായിരുന്നു ജാസർ ക്ലിക്സ്. അവനൊരു പടം വഴിയാണ് കിട്ടിയത്. അപ്പൊ അവന് ഈ കല്ലൂര് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഓർത്ത് തൃശ്ശൂർക്കാരെല്ലാം സ്ലാങ്ങും പിടിക്കുവേ. അത് കാരണം നമുക്ക് കൺഫ്യൂഷൻ. ഞങ്ങൾ വിചാരിച്ച് തൃശ്ശൂർക്കാരനാണെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പിന്നെ ഇവൻ കല്ലൂര് ഇവിടെയാണ് അടുത്താണ്. ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പൊ ഇവനായിട്ട് ഒരേ വൈബായിരുന്നു. അങ്ങനെ അവൻ റീൽ എടുക്കുമ്പോ നമ്മളെയും കൂടി വിളിക്കും. അങ്ങനെ ഒരുമിച്ച് അവന്റെ പരിപാടിക്ക് സന്തോഷത്തോടെ പോകും. എന്റെ പരിപാടി കാരണം പിന്നെ നമുക്ക് ഒരുമിച്ച്. അപ്പൊ നിങ്ങൾക്കായിട്ട് അങ്ങനെ ഒരു പ്ലാൻ എപ്പോഴെങ്കിലും ഉണ്ടോ, ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്? കണ്ടന്റ് ക്രിയേഷന്റെ പരിപാടി ആലോചിച്ചിട്ടില്ല. എല്ലാരും പറയും ഇങ്ങനെ ഒരുമിച്ച് ഒരു പേജ് പറയുന്നുണ്ട്. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അതാണ്. ഒരാളെ എഴുതും, ഒരാളെ എഡിറ്റ് ചെയ്യും. പിന്നെന്താ പ്രശ്നം? എഴുതാൻ ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ പയ്യെ സെറ്റാക്കാം. എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. അപ്പം ഇപ്പം ഇനിയും മോഹിനിയാട്ടം അല്ലാതെ സിനിമകള് ലിസ്റ്റിൽ ഏതെങ്കിലും ഉണ്ടോ? നിലവില് ഒന്നും വന്നിട്ടില്ല. മോഹിനിയാട്ടം കഴിഞ്ഞ് പിന്നെ സംസാരിക്കണ്ട ഓരോരുത്തര് പോണു. അപ്പം ഇപ്പൊ മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരാൻ പോവുക? എന്താണ് നമുക്ക് തോന്നുന്നത്? അത് തമ്പുരാൻ കാര്യമില്ല, പറയാൻ പറ്റില്ല. നമ്മളേലുള്ളത്. ഈ അഭിനയത്തിലോട്ട് വന്നപ്പോ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? വീട്ടുകാര് സ്പീച്ച്ലെസ് ആയി പോയി. ആരും ഇങ്ങനെ ഈ ഭരതനാട്യം വന്നേ പിന്നെ ഉണ്ടോ ഒരു ഇത് റെക്കഗ്നൈസേഷൻ കിട്ടിയ പോലെ ഇങ്ങനെ വീട്ടുകാരും തിയേറ്ററിൽ പോയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ഒരു
ഇത്രയും വലിയ റോളായിരുന്നു മാർക്ക് കിട്ടിയാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അങ്ങനെ ഇത് കണ്ടപ്പോ ഇവര് തിയേറ്ററിൽ ആദ്യം കാണുന്ന ഇപ്പഴും നമ്മുടെ പരിപാടികളെ തിയേറ്ററിൽ ആദ്യം കാണുന്നതോ? അല്ല നമ്മുടെ സ്പേസ് അപ്പോഴാണ് കാണുന്നത്. അപ്പൊ അവരും വിചാരിച്ചില്ല ഇത്രയും ത്രൂ ഔട്ടുണ്ടെന്നേ. നമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ, പക്ഷെ കണ്ടപ്പോ ഇഷ്ടമായി. ഓക്കെ. ഈ സൈജു ചേട്ടന്റെ കൂടെ അനിയനായിട്ടുണ്ടായിരുന്നത് ജിനിലായിരുന്നല്ലോ. സൈജു ചേട്ടനെ എപ്പോഴും പറയും ജിനിലിനെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ഇങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിനിലിന് എങ്ങനെയാണ് സൈജു ചേട്ടനായിട്ടുള്ള ഒരു ബോണ്ടിങ് ചോദിച്ചത്? സൈജു ചേട്ടൻ നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെ, അത് ആ സംസാരത്തിലും സെറ്റിലും അങ്ങനെയാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, നമുക്കാണെങ്കിൽ ഇതില് ഇതില് പിച്ച വെച്ച് വന്നാളല്ലേ, അപ്പൊ നമുക്കും അങ്ങോട്ട് പോയി സംശയങ്ങൾ ചോദിക്കാൻ കുഴപ്പമില്ല. കാരണം അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. ചേട്ടൻ പിള്ള എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ്. അത് കാരണം നമുക്ക് സപ്പോർട്ടീവ് ആയ കാരണം ചോദ്യം ചോദിക്കാൻ അതിനൊന്നും മടിയില്ല. പുള്ളി അതനുസരിച്ച് പുള്ളിക്കറിയാവുന്ന രീതിയിൽ പറയുകയും ചെയ്യും. ഈ ഭരതനാട്യത്തില് ഡബിങ് ഒരാളുടെ സെയിം തന്നെ, ഒരാളുടെ വേറെ അല്ലേ? ഇതിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ. പുള്ളിനെ കണ്ടിട്ട് പ്രശ്നം വിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞ അന്ന് കണ്ടിട്ടില്ല, കാണാണ്ട് സൗണ്ട് മാത്രമായിരുന്നു. അപ്പൊ അതൊരു എന്തെങ്കിലും ഇപ്പൊ നമുക്കെപ്പോഴും നമ്മുടെ സൗണ്ട് തന്നെ വരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ വോയിസ് മാറുന്നതിന്റെ ഒരു സാധനം എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ തലശ്ശേരി സ്ലാങ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആണല്ലോ. നമ്മ ഇങ്ങനെ സംസാരിക്കും, ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കൊച്ചി സ്ലാങ് പോലെയല്ലേ, അത് കാരണം അങ്ങോട്ട് വർക്കായില്ല. അത് എറിച്ചിരിക്കും പറയാൻ നേരത്തെ. എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചാണ്, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ ഒരേ ശബ്ദം എന്നുള്ളൊരു ഇതുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവന് എന്റെ ശബ്ദം ഇടക്ക് എല്ലാവർക്കും ഒരേപോലെ തോന്നിയാലാന്നുള്ളൊരു നമ്മളറിയാവുന്നവർക്ക് വ്യത്യാസം മനസ്സിലാവും. ശരിയാ, ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഈ കൂട്ടുകാർക്കൊക്കെ ഇത് കേൾക്കുമ്പോ ഇത് കിട്ടുള്ളൂ. കാണാത്തവനാണെങ്കിൽ അത് ഇങ്ങനെ കുഴപ്പമില്ല, ഇത് എന്റെ ശബ്ദം മനസ്സിലാവില്ല. നമ്മളെ കണ്ട് പരിചയമുള്ളവർക്ക് മനസ്സിലാവും ഈ ശബ്ദം വേറെ. അപ്പൊ തലശ്ശേരി സ്ലാങ് ഇപ്പോഴും അതിലോട്ട് എത്തിയിട്ടില്ല, അത്ര അങ്ങോട്ട് എത്താൻ പറ്റില്ല. അല്ലാണ്ട് മറ്റേ ഈ ഡബിനല്ലാണ്ട് ആ പടത്തില് ഇങ്ങനെ തലശ്ശേരിയൊക്കെ പിടിക്കാൻ നോക്കിയാണ്. അത് കുറച്ച് സെറ്റായെന്ന് ഇത് ഇറങ്ങുമ്പോ അറിയാൻ എന്തായാലും ഡബ് ചെയ്തിരിക്കുന്ന വിഷ്ണു അല്ലേ? വിഷ്ണു തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ മറ്റേ മേനപ്പി ഇറക്കിയാലും പക്ഷെ സ്വന്തമായിട്ടായിരുന്നല്ലോ ഡബ് ചെയ്തത്. അപ്പൊ ശരിക്കും ഏതാ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? സ്വന്തം സൗണ്ടിൽ എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം, മറ്റേ പക്ഷെ ഇത്രയും ഹിറ്റായത് വേറൊരാളുടെ സൗണ്ടിലുള്ളതാ. അപ്പൊ ഏതായിരുന്നു ബെറ്റർ ആയിട്ട് തോന്നിയത്? അല്ല, അത് കണ്ടപ്പോ അലർച്ചയായിരുന്നില്ല ഫുള്ള്, വയലന്റ് അപ്പൊ അതിന്റെ ഡബിന് ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാരും അവിടെ നല്ല ചില്ല കാരണം അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി. അപ്പൊ ഇനി നിനക്കിപ്പോ വയലന്റ് ആയിട്ടുള്ള കഥാപാത്രം അഭിനയിച്ചു, ഇതില് കുറച്ച് സ്വീറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഭരതനാട്യം നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നിനക്ക് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം? നായക വേഷങ്ങളാണോ, വില്ലൻ വേഷങ്ങളാണോ? സ്വീറ്റ് അല്ല ടൈപ്പടോ, ഇതില് കുറച്ച് ഡാർക്ക് ഹ്യൂമർ ആണ്. ഓക്കെ. അപ്പൊ എങ്ങനത്തെ ചെയ്യാൻ താല്പര്യം? ഇങ്ങനെ നായക വേഷങ്ങളായിരിക്കോ, വില്ലൻ വേഷങ്ങളായിരിക്കോ, എങ്ങനത്തതാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ വില്ലൻ വേഷങ്ങളോട് ഒരു ചെറിയ ഇഷ്ടക്കൂടുതലുണ്ട്. പിന്നെ കിട്ടണേതാണെന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചു പോകാന്ന് ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് മഞ്ഞെന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും വില്ലൻ വേഷങ്ങളാണോ ഇഷ്ടം? നമുക്ക് ഈ ആക്ഷൻ സംഭവമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് വില്ലൻ വേഷം. ഇപ്പൊ ഈ വില്ലനില് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആരായിരിക്കും? വില്ലനില് മറ്റേ വിറ്റ്നസ് ഏതാ? ഇമ്മോർട്ടൽസിലെ വില്ലൻ, പിന്നെ ഓൾഡ് ബോയിലെ ചോമിൻസിക്. വേറെ ലാംഗ്വേജ് ആണല്ലോ ഇൻസ്പിറേഷൻസ് എല്ലാം. അങ്ങനെയൊക്കെ നമ്മളെല്ലാ പടവും ഇങ്ങനെ അത്യാവശ്യം ഇഷ്ടമുള്ളത് കാണും. അപ്പൊ എഡിറ്റിങ്ങിലും അതിൽ നിന്നൊക്കെ ഉള്ള ഇൻസ്പിറേഷൻസ് ഒക്കെ ആണോ ഉള്ളത്? കൊറിയൻ പടത്തിന്ന് എഡിറ്റിംഗ് ഒക്കെ വേറെ നൈസാണ്. എഡിറ്റിങ്ങിൽ ഏറ്റവും അപ്പൊ ഈ എന്തെങ്കിലും നമ്മളെ വിസ്മയിപ്പിച്ച പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിൽ ഏതായിരിക്കും വലിയൊരു സിനിമ ചോദിച്ചു കഴിഞ്ഞാല്? അത് റൺലോല റൺ എന്നും പറഞ്ഞ് അത് നൈസ് എഡിറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പടങ്ങള് ഇഷ്ടമാണ് കാണാൻ വേറൊരു രീതിയിൽ. അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആക്ഷൻ മൂവി എഡിറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? ആക്ഷൻ മൂവി എഡിറ്റ് ചെയ്യാൻ അത്രയും നല്ലതായിരിക്കും. സിമ്പിൾ അല്ല, അങ്ങനെയല്ല, ഏതായാലും
ഇങ്ങനെ പിടിക്കാന്ന് ഓർത്തിരിക്കുന്നത്. ആക്ഷനാണെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി കൂടി ആക്ഷനാണെങ്കിൽ entertaining ആയിരിക്കുമല്ലേ. ട്രെയിനിങ്ങും ഉണ്ടല്ലേ ബോഡിക്കൊക്കെ നല്ല. എഡിറ്റിങ്ങിന്റെ കാര്യമില്ല. അല്ല നീ ആക്ഷനല്ലേ പറഞ്ഞേ? അഭിനയിക്കുന്നതും ഒക്കെ രണ്ടുണ്ടല്ലോ. അഭിനയിച്ച സിനിമ തന്നെ എഡിറ്റ് ചെയ്യാലോ. അങ്ങനെ ഓക്കെ, അപ്പൊ എന്തായാലും മോഹിനിയാട്ടം 10-ാം തീയതി ഈ മാസം 10-ന് വരെയാണ്. ഇപ്പം ഭരതനാട്യം കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം തിയേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ കയറിയില്ലെങ്കിലും OTT കാണാത്ത മലയാളികൾ ഇപ്പൊ അധികം ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ മോഹിനിയാട്ടം പക്ഷെ ഭരതനാട്യം അല്ല, കുറച്ചുകൂടെ പ്രൊമോഷൻസ് തന്നെ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വലിയ എക്സ്പെക്ടേഷനോടെ തന്നെ. അപ്പൊ നിങ്ങൾ അതിലെ മെയിൻ കാസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് പ്രേക്ഷകരോട് പറയും? പ്രേക്ഷകരോട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാനാണ് സംഭവം. അതിനുള്ള പരിപാടി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദാസേട്ടനെ കുറെ കഷ്ടപ്പെട്ട് സഹിച്ചേട്ടനും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, അത് ഉറപ്പ് പറയാം. അപ്പൊ എല്ലാരും കണ്ടറിഞ്ഞ് എല്ലാരും തിയേറ്ററിൽ പോയി കാണാം. നമുക്ക് ഒരുമിച്ചാണ്. നമ്മളും ഇത് പ്രിവ്യൂ ഷോ അങ്ങനെ ഉണ്ടല്ലേ. ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നിങ്ങളും കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതെ അതെ, അതായത് ഞങ്ങൾക്കുള്ള അതേ എക്സൈറ്റ്മെന്റ് തന്നെ നിങ്ങൾക്കുണ്ട്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനുള്ള ഒരു എക്സ്ട്രാ എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ. എന്തായാലും ട്രെയിലർ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ്, പറയാതിരിക്കാനായിട്ട് വയ്യ. ഭയങ്കര എന്തോ സാധനം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിന്റെ എല്ലാ ഹിന്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിനിമ കാണുമ്പോ കുറച്ചുകൂടെ വരും. അതെ, അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ. നല്ലൊരു റിസൾട്ട് തന്നെ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടട്ടെ. ഇതിനുശേഷം നിങ്ങളുടെ ഒരു ലൈഫ് ഭയങ്കര നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വലിയ നിലയിലോട്ടുള്ള ആക്ടേഴ്സും ഈ പറഞ്ഞ പോലെ എഡിറ്ററും എല്ലാം ആവട്ടെ, എല്ലാം എന്തൊക്കെ ആഗ്രഹിക്കുന്നത് എല്ലാം ആവട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.